ലോകകപ്പ് ആവേശം കൊടുമുടി കയറുമ്പോൾ ഫിഫയുടെ വരെ കയ്യടി നേടിയ കോഴിക്കോട് പുള്ളാവൂരിലെ ഫുട്ബോൾ ആരാധകരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ബ്രസീൽ ആരാധകർ നെയ്മറിന്റെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തിയതിന് പിന്നാലെ അർജന്റീന ഫാൻസ് മെസ്സിയും സംഘവും അടങ്ങുന്ന അപൂർവമായൊരു ഫ്ലോട്ടിംഗ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുകയാണ്. ഫുട്ബോൾ എന്ന ഒറ്റ വികാരത്തിൽ എല്ലാ ടീമുകളുടെയും ആരാധകർ ഒത്തുകൂടുന്ന പുള്ളാവൂരിലെ ആവേശ കാഴ്ചകൾ കാണാം. പുള്ളാവൂരിൽ നിന്നും മുബാറക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകകപ്പിന് അങ്ങനെ മെക്സിക്കോയിൽ ഇന്നലെ പന്ത് തട്ടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യം, അതായത് ഫിഫയുടെ മെൻഷന് വരെ കഴിഞ്ഞ ലോകകപ്പിൽ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമായിരുന്നു പുള്ളാവൂർ. പുള്ളാവൂർ പുഴയുടെ താഴെ ഒരു 3 കട്ടൗട്ടുകൾ അങ്ങനെ നിരന്ന് നിന്നപ്പോൾ അത് ഫിഫയ്ക്കും ലോകോത്തര അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അടക്കം അത് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം നെയ്മറിന്റെ ഒരു പടുകൂട്ടൻ കട്ടൗട്ട് ഇവിടെ പുള്ളാവൂർ ഒരുക്കിയിരുന്നു. ആ സമയത്തെല്ലാം അർജന്റീന ഫാൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട്, അതായത് അതിനെല്ലാം വലിയൊരു തുകയ്ക്ക് വലിയൊരു സർപ്രൈസ് ഞങ്ങൾ ആരാധകർക്കായി ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പടുകൂറ്റൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേഡിയമാണ് അവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ സംഘാടകരും ആരാധകരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം, എന്താ പരിപാടികൾ? എന്താ പരിപാടി സാറല്ലേ? നിങ്ങളെ കാണുന്ന ജനങ്ങൾ നിങ്ങൾ കാണില്ലേ? അത് നമ്മളെ സർപ്രൈസിന്റെ ഇതുകൊണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ ഓളാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ലേനോ ഇത്ര വൈറലാവും, ഇത് അത്ര വേൾഡ് അത്ര അറിയപ്പെടും എന്നൊന്നും എന്തായില്ലേ. പക്ഷെ ഇപ്രാവശ്യത്തെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുള്ളത് ആ ഒരു ഓളം ഇവിടെ കാണാൻ തന്നെ ഉണ്ട്. ഈ ബ്രസീൽ ഫാൻസ് കട്ടൗട്ട് വെച്ചപ്പോ നിങ്ങളോട് ചോദ്യം വന്നിട്ടുണ്ടാവുമല്ലോ, എന്താ നിങ്ങൾ വെക്കാത്തത്? 30 രൂപ കട്ടൗട്ടാണ് ഞങ്ങൾ 1.5 മാസം മുന്നേ വെക്കാനും. പക്ഷെ കട്ടൗട്ടിൽ അപ്പുറമുള്ള സാധനമല്ല അവിടെ എടുക്കുന്നത്. അതുപോലെ വേറെ എന്താ വേണ്ടത്? ഇവര് ഇപ്പോഴും എന്താ പറയാ 2002 കപ്പടിച്ച അത്ര അപ്ഡേറ്റേ ഉള്ളൂ. നമ്മള് 2022 ലാസ്റ്റ് കപ്പടിച്ചേ. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആണ്. ഇനി ഞങ്ങൾ അപ്ഡേറ്റ് ആണ്, കാരണം ഞങ്ങൾ 2026 കപ്പടിക്കും. അന്ന് ഞങ്ങൾ പിന്നെ അപ്ഡേറ്റ് ആയി ഞങ്ങൾ പോവുകയാണ്. നമ്മൾ കട്ടൗട്ട് അല്ല അടിപൊളിയായി നിൽക്കുന്നത്. ഓരെന്ത് വെച്ചിട്ടും കാര്യമല്ല, അതിനെ കവർ ചെയ്യാൻ കഴിയൂല. 1 കിലോമീറ്റർ അവിടെ കാണാം. കളിച്ച് ജയിക്കണം. ബ്രസീൽ ആയാലും പോർച്ചുഗൽ ആയാലും കട്ടൗട്ട് കാര്യമല്ല, കളിച്ച് ജയിക്കണം. അതിലാ കാര്യമുള്ളത്. എന്തായാലും 11 കളിക്കാരും ആരാധകരും TV-യൊക്കെ അടക്കമുള്ള ഒരു ബോട്ട് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കളിയിൽ കാര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ നാട് എന്നുള്ള നിലക്ക് ഞങ്ങളതിൽ ഭയങ്കര അഭിമാനമുണ്ട്. സസ്പെൻസ് ആയിട്ട് അർജന്റീന ആരാധകരോട് നമ്മളോട് പ്രൈവറ്റ് ആയിട്ട് പറയുകയും അത് പുറത്ത് വിടരുത് എന്നുള്ളത് പറയുകയും, ആ ഒരു സീക്രസി നമ്മൾ പുറത്ത് പറയാതെ തന്നെയാണ് നമ്മൾ ഡിസൈനർമാരോട് പോലും പുള്ളി വർക്ക് ഒരാൾക്ക് കൊണ്ട് ചെയ്യിപ്പിക്കാണ്ട് ആ സസ്പെൻസ് ആർക്കും അറിയരുത് എന്ന രൂപത്തിൽ നമ്മളത് കൈകാര്യം ചെയ്ത്. ഞങ്ങളെ സ്ഥാപനത്തിന്റെ പേര് ഇൻസൈൻ ആർട്സ് ആണ്, കട്ടാങ്ങലാണ്. അപ്പൊ ഈ ആബിദ് അലി എന്ന് പറയുന്ന ഈ സഹോദരനാണ് അതായത് ഈ ഫ്ലോട്ടിംഗ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. അതൊരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അതുകൂടാതെ ഈ പ്രദേശത്ത് ഉയർത്തുന്ന നെയ്മറിന്റെയും അതുപോലെ ഈ സ്റ്റേഡിയം ഞായറാഴ്ചക്കുള്ളിൽ നമ്മൾ CR7 കട്ടൗട്ട് ഇവിടെ ഉയർത്താൻ പോവുകയാണ്. അവർ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചക്കുള്ളിൽ എന്തായിട്ട് നമ്മളത് കയറ്റിയിരിക്കും. അപ്പൊ 3 വമ്പൻ താരങ്ങളുടെയും കട്ടൗട്ടുകൾ ഇവിടെ ആബിദ് അലിയുടെ നേതൃത്വത്തിൽ പണിയും ഇവിടുത്തെ ആരാധകരും ഉയർത്തുകയും ചെയ്യും. എന്റെ കൂടെ ഉള്ളത് പോർച്ചുഗൽ ആരാധകരാണ്. അവർക്കിപ്പോ ജേഴ്സി ഒന്നുമില്ല, പക്ഷെ അവർ വരുന്ന ഞായറാഴ്ച ഒരു കട്ടൗട്ട് ഇവിടെ ഉയർത്തുമെന്നൊക്കെയാണ് കുട്ടികളും പറയുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താ റൊണാൾഡോക്ക് കട്ടൗട്ട് ഉയർത്തുന്നില്ലേ? വെക്കുന്നുണ്ട്. ഞായറാഴ്ച അതിന്റെ പണിപ്പുരയിലാണ്. അപ്പം ഞായറാഴ്ച ആകുമ്പോൾ വെക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ നെയ്മറിന്റെ ഒരു 60 അടി കട്ടൗട്ട് എന്നാണ് ഹൈറ്റ് വെച്ച് അവർ പറയുന്നത്. അതിനെയൊക്കെ വെല്ലാൻ കഴിയുന്ന ഒരു തരത്തിലാണോ? അതിനെ വെല്ലാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ ശ്രമിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. ഇവിടെ സ്ട്രെങ്ത് കുറവാണ്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യും. പുല്ലാവൂർ പുഴയുടെ ഈ തീരങ്ങളിലാകെ മെസ്സിയും നെയ്മറും അതുപോലെ റൊണാൾഡോയും എല്ലാം ഇങ്ങനെ പാറിപ്പറക്കട്ടെ. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.